ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതൊരു അമ്പലത്തിലാണ്. സാധാരണയായിട്ട് അമ്പലങ്ങൾ പണിയാറുള്ളത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു എഴുത്തുകാരന് വേണ്ടി പണിതിട്ടുള്ള ഒരു അമ്പലത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ യാത്ര തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ തിരുവാതൂർ എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രാമത്തിലേക്കാണ്. സാധാരണയായി അമ്പലങ്ങൾ പണിയുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയാണല്ലേ. എന്നാൽ ഞാനിപ്പോൾ പോകുന്നത് തമിഴ് ഭക്തി സാഹിത്യത്തിലെ വിസ്മയമായ മാണിക്യവാസകർ എന്ന എഴുത്തുകാരന് വേണ്ടി പണിതിട്ടുള്ള അമ്പലത്തിലേക്കാണ്. മധുരൈ മെയിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് തിരുവാതൂർ എന്ന ഗ്രാമത്തിലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ആരാണ് മാണിക്യവാസകർ? നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലെങ്കിലും ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു മുറൈ വന്ന് പാത്തായ എന്ന ഗാനത്തിൽ ഇദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ചിലങ്കു നൽകാൻ എന്നീ വരികളിൽ പരാമർശിക്കുന്ന അദ്ദേഹം മാണിക്യവാസകർക്ക് വേണ്ടി പണിതിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. இது வந்து அவர் பிறந்த வீடோ? பிறந்த வீடு சிலை இருக்கார்ல, வீடு. அதெல்லாம் இருந்தால் 16 வயது இங்கே இருந்தார். 16. ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് ഭക്തി സാഹിത്യത്തിലെ വിസ്മയമായിരുന്നു മാണിക്യവാസകർ. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ നിധിയായ തിരുവാചകം എഴുതിയതും അദ്ദേഹമാണ്. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തിരുവാസകത്ത് കുറുകാർ ഒരു വാസകത്ത് കുറുകാർ എന്ന് വച്ചാൽ മാണിക്യവാസകർ എഴുതിയ തിരുവാചകം കേട്ടിട്ട് മനസ്സലിയാത്തവർ ഈ ലോകത്ത് മറ്റെന്ത് കേട്ടാലും മനസ്സലിയില്ല. അത്രയും ഹൃദയസ്പർശിയായ വരികളാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ എഴുതിയിരുന്നത്. മാണിക്യവാസകർ ജനിച്ചു വളർന്ന വീട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി അമ്പലമായി മാറ്റിയതും. അദ്ദേഹം എഴുത്തുകാരനായതിന്റെ പിന്നിലെ കഥ എന്താന്ന് വെച്ചാൽ, പണ്ട് പാണ്ഡ്യരാജാവായിരുന്ന വരഗുണപാണ്ഡ്യന്റെ രാജ്യസഭയിലെ മന്ത്രിയായിരുന്നു മാണിക്യവാസകർ. ഒരിക്കൽ രാജാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു തുക ഏൽപ്പിച്ച് യുദ്ധത്തിനുള്ള കുതിരകളെ വാങ്ങാനായി അയച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് തിരുപ്പെരുന്തുറൈ എന്ന ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടുമുട്ടി. ആ സന്യാസി മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ശിവഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്നതായിരുന്നു. ആ ജ്ഞാനോപദേശത്തിൽ എല്ലാം മറന്ന നമ്മുടെ മന്ത്രി കുതിരയെ വാങ്ങാൻ രാജാവ് കൊടുത്ത പണം ഉപയോഗിച്ച് അവിടെ ഒരു ശിവക്ഷേത്രം പണിതു. രാജാവിന്റെ പണം ഉപയോഗിച്ച് ക്ഷേത്രം പണിത കഥ അറിഞ്ഞ രാജാവ് ഇദ്ദേഹത്തെ തടവിലാക്കി. പക്ഷെ പിന്നീട് ഭഗവാൻ തന്നെ നേരിട്ട് പല അനുഭവങ്ങളും നൽകി അദ്ദേഹത്തിന്റെ ഭക്തി ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു. ഇതിനുശേഷമാണ് അദ്ദേഹം മന്ത്രി പദവി ഉപേക്ഷിച്ച് പൂർണ്ണമായും ഒരു കവിയായി മാറിയത്. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ആത്മാനന്ദസ്വാമി ക്ഷേത്രമാണ് മാണിക്യവാസകർ അന്ന് ശിവന് വേണ്ടി പണിത അമ്പലം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.